ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എങ്ങനെയാണ് ജൈവവളം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം കിച്ചൺ വേസ്റ്റ് വളരെ ഒരു പ്രശ്നമായിട്ടിരിക്കുക അല്ലേ, അത് എങ്ങനെ എവിടെ തള്ളും എന്നൊക്കെ വിചാരിച്ച് നിന്ന് എല്ലാവരും റോഡ് സൈഡിലും അവിടെ ഇവിടെ എല്ലാം കൊണ്ടിടാറുണ്ട്. അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതായ പച്ചക്കറികൾക്ക് അത് വളരെയധികം പ്രയോജനപ്പെടുന്ന രീതിയിൽ നമുക്കൊരു വളമാക്കി മാറ്റി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിപ്പം കണ്ടില്ലേ, നമ്മുടെ വീട്ടിലെ വേസ്റ്റ് നമ്മളിങ്ങനെ ഒരു കലത്തിനകത്ത് ഇട്ട് വെച്ചിരുന്നതാണ്. പച്ചക്കറി എരിഞ്ഞതും നമ്മുടെ കൊന്നയുടെ ഇലയും ന്യൂസ് പേപ്പറും കരിയില എല്ലാം കൂടെയൊക്കെ ഇട്ട് വെച്ചിരുന്നതാണിത്. അപ്പോൾ ഇതെല്ലാം കണ്ട ഒരു 30 ദിവസം ആയതേ ഉള്ളൂ. എന്നിട്ട് തന്നെ ഇത്രയായി. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം വളരെ പ്രയോജനപ്പെടുന്ന ഒരു വളമാണിത്. ഇതിപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി കുറച്ച് ദിവസം കൂടി ഇരിക്കണം, ഒരു 45 ദിവസമെങ്കിലും ഇത് ഇരുന്നെങ്കിൽ ഇതെല്ലാം പൊടിയത്തുള്ളൂ. എല്ലാം പൊടിഞ്ഞതിനകത്തങ്ങ് ചേരണം. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. കിച്ചൺ വേസ്റ്റ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ജൈവവളം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൺകലമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ മൺകലം എന്ന് പറഞ്ഞാൽ ഒത്തിരി കാലമായ മൺകലമാണ് കേട്ടോ. എന്നെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സമയം മുതലേ ഇത് വീട്ടിൻ്റെ മണ്ടയിൽ കിടക്കുന്നുണ്ട്. ഷെയ്ഡിൻ്റെ മണ്ടയിൽ അമ്മച്ചി ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നായിരുന്നു. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഇത്രയും വലിയ മംഗലം കൊണ്ട് എന്താ ചെയ്യുക? അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ വീട്ടിലെ വേസ്റ്റൊക്കെ ഇട്ട് ജൈവവളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ അമ്മച്ചിക്ക് ദേഷ്യപ്പെടുന്നുണ്ടായിരിക്കില്ല. അമ്മച്ചി ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് ഞാൻ എടുത്തതാണ്. അപ്പം പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മൺകലം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെയിൻ്റ് അടിച്ച പഴയ ബക്കറ്റുകളൊക്കെ വീട്ടിൽ കാണുമല്ലോ, അപ്പോൾ അതെടുത്താലും മതി. ഞാനിപ്പം മൺകലമാണ് എടുത്തിരിക്കുന്നത്. അപ്പം മൺകലം എടുത്താലും നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഹോളും കാര്യങ്ങളും ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ കൊണ്ടങ്ങി ഇടാം. അതാണ് മൺകലത്തിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. അപ്പം ബക്കറ്റ് ആകുമ്പോഴും നമ്മൾ ഇതിനകത്ത് എന്താ പറയുക, കുഴിയൊക്കെ ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാനൊരു പഴയ ബക്കറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ പെയിൻ്റൊക്കെ അടിക്കുമ്പം കിട്ടുന്ന ബക്കറ്റ് ഉണ്ടല്ലോ, അത് കുറേ നാൾ കഴിയുമ്പോൾ ഈ ഒരു പരുവൊക്കെ ആവും. കുറേ നാൾ കഴിയുമ്പോൾ അപ്പോൾ നല്ലതൊന്നും എടുക്കേണ്ട, ഏറ്റവും പഴയ നോക്കിയെടുത്താൽ മതി. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാത്തതായ ബക്കറ്റ് എന്ന് വെച്ചാൽ പൊട്ടി പാളിസായതൊന്നും എടുക്കണ്ട കേട്ടോ. ഇങ്ങനെ ഇരിക്കുന്നതായ ഒരു ബക്കറ്റ് എടുക്കുക. അതിനകത്ത് അത്യാവശ്യം ഹോൾസൊക്കെ ഇട്ട് കൊടുക്കണം. ഇവിടെ ഇങ്ങനെ ഹോൾസൊക്കെ ഇട്ട് കൊടുക്കണം താഴെ ഭാഗത്ത്. അപ്പം ഞാൻ ഇതിനകത്ത് ചെയ്ത് കാണിക്കാം. ഇത് ചെയ്ത് കാണിക്കുന്ന അതേ രീതി തന്നെയാണ് അതിലും ചെയ്യുന്നത്. ഇതിൽ ഹോളില്ല എന്ന് മാത്രം, അതിൽ ഹോളുണ്ട് എന്ന് മാത്രം കേട്ടല്ലോ. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നമ്മൾ ഗ്രോ ബാഗിനകത്ത് നിറച്ച് വെച്ചിരിക്കുന്ന മണ്ണോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലുള്ള ഏതെങ്കിലും ഒരു മണ്ണ്, ഇതാകുമ്പോൾ ചുടച്ചിരി വളമൊക്കെ ഉള്ള മണ്ണാണല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഈ കലത്തിൻ്റെ അടിഭാഗത്തോട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം. ഈ മണ്ണ് നമുക്ക് കലത്തിൻ്റെ അടിഭാഗത്തോട്ട് ഇട്ട് കൊടുക്കാം. ഏകദേശം ഇത്രയും ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ പാത്രത്തിൽ കൊള്ളുന്ന മണ്ണ് ഇട്ടിട്ടുണ്ട്. അപ്പം ബക്കറ്റിനകത്താണെങ്കിലും ഇതേ രീതി തന്നെ ചെയ്യുക. ബക്കറ്റിന് ഹോളിട്ടതിന് ശേഷം അടിഭാഗത്തും മുകൾ ഭാഗത്തും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഹോളിട്ട് കൊടുത്തതിന് ശേഷം ആദ്യം മണ്ണിട്ട് കൊടുക്കുക. നമ്മൾ ഈ കലത്തിനകത്ത് മണ്ണിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ കുറച്ച് ന്യൂസ് പേപ്പർ കീറി അതിനകത്ത് ഇട്ട് കൊടുക്കണം, ചെറുതായിട്ട് കീറിയിട്ട്. അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിച്ചുകൊണ്ടിരുന്ന ന്യൂസ് പേപ്പറൊക്കെ ഉണ്ടല്ലോ, അപ്പം നമ്മുടെ വേസ്റ്റിൻ്റെ അളവൊക്കെ കുറയുകയും ചെയ്യും. ഇങ്ങനെ അങ്ങോട്ട് കീറി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് നിറയെ കാർബൺ ഉണ്ട് കേട്ടോ. പേപ്പർ ഇടുന്നത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാർബൺ ഉണ്ട് തന്നെയല്ല, പിന്നെ നമ്മൾ സ്വല്പം വെള്ളമൊക്കെ ഒഴിക്കുമ്പം അത് ആ ഈർപ്പമൊക്കെ ഈ കാർബൺ പേപ്പർ, ഈ പേപ്പർ ന്യൂസ് പേപ്പർ അങ്ങ് പിടിച്ചെടുക്കുകയും ചെയ്യും. കണ്ടല്ലോ, ഇപ്പം നമ്മൾ ഇത്രയും ഒരു പേപ്പർ കീറിയിട്ടിട്ടുണ്ട്. എന്നാലും നമ്മളെല്ലാം പേപ്പർ മാത്രം കൊണ്ട് ഇതൊന്നും നിറയ്ക്കാൻ നിൽക്കരുത്. നമ്മുടെ കിച്ചൺ വേസ്റ്റാണ് നമ്മൾ ഇടാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണെന്ന് പറയുമ്പോൾ കുറച്ച് കരിയില ഇട്ട് കൊടുക്കണം. കുറച്ച് ഉണങ്ങിയ കരിയില അതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ കരിയില മണ്ണിട്ടു, പേപ്പറിട്ടു, കരിയിലിട്ടു. അതിന് മുകളിലായിട്ട് നമ്മളെടുത്ത് വെച്ചിരുന്ന പച്ചക്കറി വേസ്റ്റുകളുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പഴുത്തൊലിയൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് ദ്രവിച്ച് കിട്ടും. പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ടു. ഇനി നമ്മുടെ തേയിലക്കൊന്ത്, ഉള്ളിത്തൊലിയൊക്കെ ഇരിക്കുന്ന അതും കൂടെ ഇടാൻ ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം കുറച്ച് കാണിച്ചെങ്കിലല്ലേ നിങ്ങൾക്ക് ഏകദേശം ഒരു പിടി കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തു.
ഒരു വേസ്റ്റ് നമ്മൾ വെറുതെ കളയണ്ട. പിന്നെ ഇതെന്ന് വെച്ചാൽ വേസ്റ്റ് വെറുതെ കളയണമെന്ന് വെച്ചാൽ മീൻതലി ഒന്നും ഇതിനകത്ത് കൊണ്ടിടരുത്. മീൻ്റെ അംശങ്ങൾ, വെന്ത സാധനങ്ങൾ, പുളിയുള്ള ഐറ്റങ്ങളൊന്നും ഇതിനകത്ത് കൊണ്ടിടാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് പച്ചിലകളും കൂടി ഇടണം. എല്ലാം വേണം, ഉണങ്ങിയത് വേണം, പച്ചില വേണം, വീട്ടിലെ വേസ്റ്റുകൾ വേണം. എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു കമ്പോസ്റ്റ് വളമായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ, നമ്മുടെ വേലിക്കൊന്നയില്ലേ, ഇത് എന്താണെന്ന് പറയുക, നിങ്ങൾ വേലിക്കൊന്നയെന്നായിരിക്കും പറയുന്നത്. ഈ സാധനമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ പണ്ടൊക്കെ വേലിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതായ ഒരു കൊന്നയാണിത്. അപ്പോൾ അതിൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഊരി ഇങ്ങനെ വെച്ചിരിക്കുക. ഇത് നല്ലൊരു വളമാണ് കേട്ടോ. ഈ ഇലയെന്ന് പറയുന്നത് കീടങ്ങൾക്കെതിരെ പൊരുതാനും ഒക്കെ നല്ല പറ്റിയൊരു വളമാണിത്. അപ്പോൾ അത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഈ കൊന്നയുടെ ഇല ഇല്ല എന്ന് കരുതി നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മുടെ മുറ്റത്തുള്ളതായ പുല്ല്, അതുപോലെ നമ്മൾ നട്ട് പിടിപ്പിച്ച പച്ചക്കറിയിൽ നിന്ന് വരുന്നതായ പച്ചിലകളൊക്കെ വേസ്റ്റായിട്ട് നിൽക്കുന്ന ഇലകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിച്ചിയിടാം. പിന്നെന്ന് വെച്ചാൽ നമ്മളിനി പിഴുത് കളയാനായിട്ട് നിൽക്കുന്ന ചെടികളുടെയൊക്കെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കതിനകത്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്നും വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് സ്വല്പം മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പച്ചില ഇടുമ്പോൾ ഉണ്ടല്ലോ, അതിനകത്ത് ആവശ്യത്തിനുള്ളതായ നൈട്രജൻ ഉണ്ട്. ഞാനിങ്ങനെ മുട്ടത്തോടൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ, പല ഉപയോഗങ്ങളുണ്ടല്ലോ മുട്ടത്തോടിന്. അപ്പോൾ ഞാനിത് കുറച്ചിനകത്തോട്ട് പൊടിച്ചിടുകയാണ്. അപ്പം നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്നതായ ആ വേസ്റ്റിനൊപ്പം തന്നെ അങ്ങ് പൊടിച്ചങ്ങ് ഇട്ടിരുന്നാൽ മതി കേട്ടോ. ഞാനിങ്ങനെ പ്രത്യേകം വെച്ചേക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ അങ്ങ് എടുക്കുന്നേ ഉള്ളൂ. കിച്ചൺ വേസ്റ്റിനകത്ത് കുറച്ച് കിടപ്പുണ്ടായിരുന്നു കേട്ടോ, വാട്ടിയതിൻ്റെയൊക്കെ തോട് കിടപ്പുണ്ടായിരുന്നു. മുട്ടത്തോടിനകത്ത് എന്തുകൊണ്ടെന്ന് അറിയാമോ, കാൽസ്യം ഉണ്ട്. അപ്പോൾ എല്ലാം ഇതിനകത്തായിട്ടുണ്ട്. ഇപ്പം പൊട്ടാസ്യം ആയിട്ടുണ്ട്, നൈട്രജൻ ആയിട്ടുണ്ട്, കാൽസ്യം ആയിട്ടുണ്ട്, കാർബൺ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ നിന്ന് എന്തെല്ലാം കിട്ടുമെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഞാൻ തുടക്കം മുതൽ പറഞ്ഞിട്ട് ഇനിയും നിങ്ങളെ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ചിലർ പറയും എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒരു 3-4 സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഈ തൈരില്ലാത്തവർ എന്താണെന്നറിയാമോ, ചാണകം സ്വല്പം കലക്കി ഇതിനകത്ത് ഒഴിച്ചാൽ മതി. ചാണകം ഇല്ലാത്തവർ തൈര് ഒഴിക്കുക, തൈരില്ലാത്തവർ ചാണകം കലക്കി ഒഴിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള സംഭവം. ഇനി സ്വല്പം കൂടെ മണ്ണിട്ട് കൊടുക്കാം. ഇനിയെന്ന് വെച്ചാൽ സ്വല്പം വെള്ളം തളിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളമൊന്നും എടുത്ത് ഒഴിക്കരുത്, തളിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വല്പം ചകിരിപ്പൊടി ഉപയോഗിക്കാം. നമുക്ക് സ്വല്പം ചേർത്തേക്കാം അല്ലേ. ചകിരിപ്പൊടി ചേർത്തില്ല എന്നുള്ള സങ്കടം വേണ്ട. ഒരു പിടി ചകിരിച്ചോറാണിത്. അതും കിടക്കട്ടെ. ഓരോ ദിവസവും നമ്മുടെ കിച്ചണിൽ വരുന്ന വേസ്റ്റ് നമുക്ക് ഇതിൽ കൊണ്ടുവന്ന് ഇടാവുന്നതാണ്. എന്നിട്ട് നമ്മൾ എന്ത് വേണമെന്നറിയാമോ, ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഇത് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിനകത്ത് സ്മെല്ലൊന്നും വരാൻ സാധ്യതയില്ല. കാരണം നമ്മൾ അതില്ലാത്ത സാധനങ്ങളൊന്നും ഇടുന്നില്ലല്ലോ. ഇറച്ചിയോ മീൻ കഴിക്കുന്ന വേസ്റ്റുകളൊന്നും ഇടുന്നില്ല. അതുപോലെ നാരങ്ങ തോട് ഒന്നും കൊണ്ട് ഇടരുത് ഇതിനകത്ത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമുക്ക് നല്ല അടിപൊളി വളം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ആണെങ്കിൽ ഓരോ പിടി വീതം ഇട്ട് കൊടുത്താൽ മാത്രം മതി, നല്ല തഴച്ച് വളർന്നോളും. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നല്ലതുപോലെ അങ്ങ് ഡീകമ്പോസ്റ്റ് ആയിക്കോളും. അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അപ്പം ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നതൊന്നും നിങ്ങളെ കാണിക്കാം. ഓരോ ദിവസത്തെയും പച്ചക്കറി വേസ്റ്റുകൾ ഇതിൻ്റെ മുകളിലായിട്ട് കൊണ്ടുവന്നിടണം. ആഴ്ചയിൽ 2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇത് നല്ലതുപോലെ അടച്ച് തണലത്ത് എവിടെയെങ്കിലും ഷെയ്ഡിൻ്റെ കീഴിലോ കൊണ്ടുവന്ന് വയ്ക്കണം. വെയിലത്ത് കൊണ്ടുവയ്ക്കാൻ പാടില്ല. പിന്നെ ഉറുമ്പൊക്കെ വരുവാന്നുണ്ടെങ്കിൽ ഒന്ന് വെയിലത്തോട്ട് എടുത്ത് വയ്ക്കുക. ഉറുമ്പ് വരാതെ നോക്കണം. വന്നാലും കുഴപ്പമൊന്നുമില്ല, സ്വല്പം വെയിലത്തോട്ട് വെച്ചിരുന്നാൽ മതി. നമ്മളിത് ഇളക്കി കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ ഡ്രൈ ആയിട്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ സ്വല്പം വെള്ളം തളിച്ചു കൊടുക്കണം. നല്ലൊരു ഈർപ്പം അതിന് കിട്ടും. പെട്ടെന്ന് പൊടിയും ചെയ്യും കേട്ടോ, പെട്ടെന്ന് വളമായിട്ട് മാറുകയും ചെയ്യും. ഇപ്പോൾ അങ്ങനെ ചെയ്തതാണിത്. എന്നിട്ടൊരു 45 ദിവസമല്ല, ഇതിപ്പോൾ 45 ദിവസമായതാണ്. ഇനിയും പൊടിയാനുണ്ട് കേട്ടോ. ഇതേപോലെ ചെയ്ത് വെച്ചിരുന്നതാണ്. ഇതേപോലെ ചെയ്ത് വെച്ചിരുന്നതാണ്. ഇതിപ്പം 60 ദിവസം കൂടി ഇരിക്കണം മിനിമം. അപ്പോൾ ഇതൊരു 40-45 ദിവസം ആയിട്ടതേ ഉള്ളൂ. അപ്പം നല്ലതുപോലെ ഇനിയും പൊടിയാനുണ്ട്. നല്ലതുപോലെ അങ്ങ് പൊടി ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇപ്പം പുഴുവൊന്നുമില്ല, ഇപ്പോൾ ഒരു വാടയൊന്നുമില്ല അതിനകത്ത്. അപ്പോൾ ഇതിൽ നിന്നും കൂടെ നമുക്ക് സ്വല്പം എടുത്ത് നമ്മുടെ ആ കലത്തിനകത്ത് ഇടാം. അപ്പം പെട്ടെന്ന് പ്രവർത്തനമൊക്കെ അങ്ങ് നടക്കും കേട്ടോ. ഇടയ്ക്കിനകത്ത് പുഴു ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിൻ്റെ പൊടിയൊക്കെ നടക്കുകയുള്ളൂ, പ്രവർത്തനം നടക്കത്തുള്ളൂ. ഇതിനകത്ത് പുഴുക്കളുണ്ടാവും കേട്ടോ. പുഴുക്കളുണ്ടായെങ്കിൽ മാത്രമേ ഇത് പിന്നെ ഇതിൻ്റെ പ്രവർത്തനമൊക്കെ നടന്ന് നമുക്ക് കമ്പോസ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമുക്കൊരു 3 പാത്രം ഉണ്ടെങ്കിലുണ്ടല്ലോ, 3 ബക്കറ്റ് നമ്മൾ നിറച്ച് വെച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ
നമുക്ക് ഇഷ്ടം പോലെ കമ്പോസ്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം വളമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ കുറേ പേരുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലുള്ള ഈ വേസ്റ്റായിട്ടുള്ള സാധനങ്ങൾ ഇനി മുറ്റത്തോട്ടും പറമ്പിലോട്ടും ഒക്കെ വലിച്ചെറിയാതെ നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നമുക്ക് നല്ലൊരു വളം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. 3 പഴയ ബക്കറ്റുകൾ എടുത്തിരുന്നാൽ മാത്രം മതി. അപ്പം ഞാൻ കലം എടുക്കുന്ന കരുതി കലം എടുക്കണമെന്നില്ല. അപ്പോൾ എൻ്റെ കലം കണ്ടില്ലേ, ഇപ്പം പൊട്ടി പാളിഷായി ഇരുന്ന കലം. അപ്പം ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് ഒട്ടിച്ചൊക്കെ വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഒന്നും വേസ്റ്റായി കളയണ്ട, പൊട്ടിയ കല പോലും കളയണ്ട. ഇനി നമ്മുടെ വേസ്റ്റും കിച്ചൺ വേസ്റ്റും വെറുതെ കളയണ്ട. അതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. കലത്തിലെടുക്കുമ്പോഴും നമ്മൾ ഹോൾസ് ഒന്നും ഇടേണ്ട കാര്യമില്ല. നമ്മുടെ ചെടിച്ചട്ടിയിലാണെങ്കിൽ ഒരു ഹോളുണ്ട് അതിനകത്ത്. ആ ഹോള് ഒരു ഓട് വല്ലതും വെച്ച് അടച്ചു വെച്ചിട്ട് വേണം നമ്മൾ ഈ സാധനങ്ങളൊക്കെ അതിനകത്ത് ഇടാനായിട്ട്. അപ്പം ബക്കറ്റിനകത്തും ഞാൻ ഇടയ്ക്ക് എപ്പോഴും പറഞ്ഞു വരുന്നത് അടിയിൽ ഹോൾ ഇടുന്ന കാര്യം. അടിഭാഗത്ത് ഹോളുണ്ട്, സൈഡിൽ മാത്രം ഹോൾ ഇട്ടിരുന്നാൽ മാത്രം മതി. അഥവാ നമ്മുടെ ബക്കറ്റിൽ ഹോളുണ്ടെങ്കിൽ അത് അടച്ചു വെച്ചിട്ട് വേണം. എന്ന് വെച്ചാൽ ഒരു ഓട്ട് കഷ്ണം വല്ലതും വെച്ച് അടച്ചു വെച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം അതിൽ നിന്ന് സ്ലറി ഒഴുകി വരുന്നത് പോകാൻ ഇടയാകും. അതുകൊണ്ടാണ് പറയുന്നത്. ആ സ്ലറിയും നല്ലൊരു വളം തന്നെ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീട്ടിലെ വേസ്റ്റ് വെച്ചിട്ട്, നമ്മുടെ കിച്ചൺ വേസ്റ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ജൈവവളം ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി മുതൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും മാത്രമല്ല ട്രെൽ എന്ന ആപ്പിലും കൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെയും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ നന്ദി, നമസ്കാരം.